ഹലോ എവ്രിബഡി, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ജോൺ മിൽട്ടൻ്റെ ഒരു സോണറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഇസ് സ്പെൻഡ്. ഇത് ജോൺ മിൽട്ടൺ എഴുതിയതിൽ വെച്ചിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് സോണറ്റ്സിൽ ഒന്നാണ്. ജോൺ മിൽട്ടൺ എന്നുള്ള കവിയെ പറ്റിയും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയും കൂടുതൽ അറിയാനായിട്ട് ദി ഏജ് ഓഫ് മിൽട്ടൺ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്തിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു തറോ നോളജ് കിട്ടും റിഗാർഡിംഗ് ദ ഏജ് ഇൻ വിച്ച് ഹി ലിവ്ഡ് ആൻഡ് റോട്ട് ആൻഡ് മോർ അബൌട്ട് ദ പോവറ്റ്. ദിസ് സോണറ്റ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ മിൽട്ടൺസ് 1673 collection entitled Poems. ഇതാദ്യമായിട്ട് പബ്ലിഷ് 1673 1673 പോയംസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കളക്ഷനിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇതിന് നമ്പർ 19 എന്നാണ് നമ്പർ കൊടുത്തത്. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ അത് നമ്പർ 16 എന്നായിരുന്നു അപ്പിയർ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും നമ്പർ 16 നമ്പർ 19 എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ചില വേർഷൻസിൽ 19 ആയിരിക്കും, ചില വേർഷൻസിൽ 16 ആയിരിക്കും. സോ ബോത്ത് നമ്പേഴ്സ് ആർ യൂസ്ഡ്. And this one, it is popularly known on his blindness. When I consider how my light is spent എന്നും അത് ആദ്യത്തെ ലൈൻ ആയതുകൊണ്ടാണ് മിക്ക സോണറ്റ്സും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഷേക്സ്പിയറിൻ്റെയൊക്കെ സോണറ്റ്സ് ഇതിനൊന്നും പേരുണ്ടാവില്ല. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ്റ്റ് ലൈനാണ്. അത് ഓൾമോസ്റ്റ് സോണറ്റ്സിൻ്റെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചൊരു ടൈറ്റിൽ ഉണ്ടാവാറില്ല. അങ്ങനെ അല്ലാത്ത സോണറ്റ്സും ഉണ്ട്. ജോൺ ഡൺൻ്റെയൊക്കെ സോണറ്റ്സ് പ്രത്യേകിച്ച് ടൈറ്റിലുണ്ട്. എനിവേ ഷേക്സ്പിയറിൻ്റെ എല്ലാ സോണറ്റ്സും ഇതുപോലെയാണ്. ഇറ്റ് ഇസ് നോൺ ബൈ ദ ഫേസ്റ്റ് ലൈൻ ഓഫ് ദറ്റ് പെർട്ടിക്കുലർ സോണറ്റ്. അങ്ങനെ തന്നെയായിരുന്നു ഈ സോണറ്റും. ഫേസ്റ്റ് ലൈനിലാണ് ഇതും അറിയപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് മിൽട്ടൻ്റെ തന്നെ ഒരു പബ്ലിഷറായ തോമസ് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ 1761 എഡീഷനിൽ മിൽട്ടൻ്റെ പോംസിൻ്റെ ഒരു കളക്ഷൻ 1761 എഡീഷനിൽ അദ്ദേഹമാണ് ശരിക്കും ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ടൈറ്റിൽ ഈ സോണറ്റിന് കൊടുത്തത്. അല്ലാതെ മിൽട്ടൺ ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ടൈറ്റിൽ യൂസ് ചെയ്തിരുന്നതായിട്ട് എവിഡൻസ് ഒന്നുമില്ല. ഇത് പിന്നീട് തോമസ് ന്യൂട്ടൺ ആണ് ഇതിൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സോണറ്റ് നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഏറ്റവും ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് ദറ്റ് മിൽട്ടൺ ഇസ് ജസ്റ്റ് മീഡിയേറ്റിംഗ് ഓൺ ദ ഡിസല്യൂഷൻമെൻറ്റ് കോസ്ഡ് ബൈ ഹിസ് ബ്ലൈൻഡ്നെസ്. വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണിതിന്. ഇതിലുടനീളം പറയുന്നത് പോയറ്റ് ബ്ലൈൻഡായി പോയതിൻ്റെ ആ ഒരു പോയറ്റിന് തന്നെ ഉണ്ടായ ആ ഒരു നിരാശ, ഒരു ഡിസല്യൂഷൻമെൻറ്റ്, ഡിസപ്പോയിൻമെൻറ്റ്, ഇതൊക്കെയാണ്. ഇത് മാത്രമാണ് ഉടനീളം ചർച്ച ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് സംതിങ് മോർ ദാൻ ദാറ്റ്. അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ നോബിളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടൊരു മെസ്സേജ് ഇതിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദിസ് സോണറ്റ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സ്പീക്കേഴ്സ് കൺഫ്യൂഷൻ ഓൺ വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഓഫ് ഹിം ആസ് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. ഇതിൻ്റെ മേജർ തീം എന്ന് പറഞ്ഞാൽ പോവറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ. ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. ഇതിലെ സ്പീക്കറിനെ പോലെ തന്നെ എഴുതിയ ജോൺ മിൽട്ടണും ബ്ലൈൻഡാണ്. ജന്മനാ ബ്ലൈൻഡ് ആയതല്ല, അറൗണ്ട് 42 ഏജ് ആയപ്പോഴത്തേക്കുമാണ് അദ്ദേഹം ടോട്ടലി ബ്ലൈൻഡ് ആയത്. അപ്പോൾ അദ്ദേഹം ടോട്ടലി ബ്ലൈൻഡ് ആകുക എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ്, ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒട്ടും തന്നെ കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിസാസ്റ്റർ വരും എന്നുള്ളത് ഓൾമോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബ്ലൈൻഡായി പോയ ഒരു പോവറ്റ്, അദ്ദേഹം ആ ബ്ലൈൻഡ്നെസ്സിനെ ഓവർകം ചെയ്ത ആ ഒരു രീതി അതും ഈ പോവത്തിൽ പറയുന്നുണ്ട്. തുടക്കത്തിൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹിസ് കൺഫ്യൂഷൻ ഓൺ വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഓഫ് ഹിം. ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. ബ്ലൈൻഡായി പോയി, ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഗോഡ് എന്താണ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇതുപോലെ ബ്ലൈൻഡായിട്ട് പാസീവായിട്ട് തുടരണോ, അതോ ഇനിയും ഞാൻ എൻ്റെ വൊക്കേഷൻ, അതായത് എൻ്റെ കഴിവ്, അത് ഞാൻ യൂസ് ചെയ്യണോ? ഞാൻ ഇനിയും പോം എഴുതണോ, പോയട്രി എഴുതണോ? അതാണോ ദൈവം എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഹി ഡസൻറ്റ് നോ. സോ ഹി ഈസ് നോട്ട് ഷുവർ വെദർ ടു കണ്ടിന്യൂ ഹിസ് വൊക്കേഷൻ, ദാറ്റ് ഈസ് റൈറ്റിംഗ് പോയട്രി.
ആകെ ഒരു കാര്യമേ അറിയുള്ളൂ, അതെന്താണ്? എഴുത്താണ്. പക്ഷേ ഇപ്പോൾ ബ്ലൈൻഡ് ആയി പോയതുകൊണ്ട് അതിനും സാധിക്കുന്നില്ല. എഴുതാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ദൈവം തന്നതാണ്. ഇറ്റ് ഈസ് എ ഗോഡ് ഗിഫ്റ്റഡ് ടാലൻറ്റ്. അതുകൊണ്ട് തന്നെ അത് വേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം റിഡിക്കുലസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും ഗോഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യില്ല. ഒരുപക്ഷെ ഗോഡ് എന്നെ പണിഷ് ചെയ്തേക്കാം. ഗോഡ് മേ ചൈഡ് മീ ഫോർ നോട്ട് മേക്കിംഗ് യൂസ് ഓഫ് മൈ ടാലൻറ്റ്. ബ്ലൈൻഡായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ എൻ്റെ വൊക്കേഷൻ, എൻ്റെ ടാലൻറ്റ് അത് ഞാൻ യൂസ് ചെയ്യാതിരുന്നാൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. ദൈവം ഉറപ്പായിട്ടും എന്നെ പണിഷ് ചെയ്യും. എന്നാൽ ഞാൻ ബ്ലൈൻഡായി പോയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുന്നില്ല. സോ വാട്ട് ടു ഡു നെക്സ്റ്റ്? ഈ ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് പോവാൻ തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു സ്ട്രഗിൾ, that struggle or an internal conflict which is always there, which is always going within the speaker, is clearly evident in the octave of the sonnet. ഈ സോണറ്റിൻ്റെ ആദ്യത്തെ 8 വരികളിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ആവുന്നത്. ശരിക്കും ജോൺ മിൽട്ടൺ ടോട്ടലി ബ്ലൈൻഡ് ആവുന്നത് 1652 അതായത് ഈ ബ്ലൈൻഡ് ആയതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്, ഇൻക്ലൂഡിങ് ഹിസ് എപ്പിക്, ഹിസ് മാഗ്നം ഓപ്പസ് പാരഡൈസ് ലോസ്റ്റ് വരെ എഴുതപ്പെടുന്നത്. അപ്പോൾ ഓർക്ക് അദ്ദേഹം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പോസിബിൾ ആയത്. ഇത്രയും വലിയൊരു ഡിഫക്റ്റ് ഉണ്ടായിട്ടും അദ്ദേഹം അത് തരണം ചെയ്തു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന വർക്ക്സ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശുഭാപ്തി വിശ്വാസവും ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത് പോസിബിൾ ആയത്. സോ ദിസ് സോണറ്റ്, ദിസ് ഇസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ പീസ് where the poetic persona can be easily identified with the poet. അതുകൊണ്ട് തന്നെ ഈ സോണറ്റിലുള്ള സ്പീക്കറും പോയറ്റിനെ പോലെ തന്നെ ബ്ലൈൻഡാണ്. അത് പോയറ്റ് തന്നെയാണ്, അത് ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള ഒരു പോവമാണ്. ഇപ്പോൾ ജോൺ മിൽട്ടൺ ഇങ്ങനെ ബ്ലൈൻഡായി പോയ സാഹചര്യത്തിൽ ആദ്യമൊക്കെ ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു സാഹചര്യവുമായിട്ട് ചേർന്ന് പോകാനായിട്ട്. ഈ പോവം തന്നെ അദ്ദേഹത്തിൻ്റെ ഡോട്ടേഴ്സ് അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അവരാണത് എഴുതിയിരുന്നതെന്നാണ് പറയുന്നത്. സോ അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ഹിം ടു റൈറ്റ് വിതൗട്ട് vision, and he was totally dependent on others to get his works written down and get them read aloud. അല്ലേ, ഒരു പോം എഴുതുക, അത് വായിച്ച് കേൾക്കുക, അതിലെ തെറ്റുകൾ തിരുത്തുക. അപ്പോൾ അതൊക്കെ വലിയൊരു റിഗറസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഒരു ഡിഫക്റ്റ് വെച്ചുകൊണ്ട് അദ്ദേഹം അത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയ കാര്യമാണ്. ബട്ട് ഹിസ് ബ്ലൈൻഡ്നെസ് വാസ് നോട്ട് ദാറ്റ് ക്രിപ്ലിംഗ്, and eventually he began to adapt to the new life. So there was a transformation. പക്ഷേ മിൽട്ടൺ അതുകൊണ്ടൊന്നും തളർന്നു പോയ വ്യക്തിയല്ല. വളരെ സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഈസിലി അത് ഓവർകം ചെയ്തത്. അദ്ദേഹം ഗ്രാജുവലി ഈ പുതിയ ലൈഫുമായിട്ട് അദ്ദേഹം അഡാപ്റ്റഡ് ആയി. ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ദർ വാസ് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഹിസ് ഓൾഡ് സെൽഫ്. പഴയ ആ സെൽഫിൽ നിന്ന് പുതിയൊരു സെൽഫ്. ആ പുതിയ സെൽഫ് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഇസ് റീജനറേറ്റഡ്, കൈൻഡ് ഓഫ് റിസറക്ഷൻ എന്ന് പറയാം. പഴയ ആ ഒരു സെൽഫിൽ നിന്ന് പുതിയൊരു സെൽഫ് ഉരുത്തിരിഞ്ഞ് വരിക. ദ വൺ ഹൂ സ്റ്റാൻഡ്സ് ആൻഡ് വെയിറ്റ്സ്. ഈ ഒരു പോവത്തിലെ തന്നെ ഫ്രേസ് യൂസ് ചെയ്യാനാണെങ്കിൽ ദ ന്യൂ സെൽഫ് ദറ്റ് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ആൻഡ് വെയിറ്റ്സ്. ക്ഷമയോടെ കാത്തു നിന്ന്, ടേൺ വരുന്നത് വരെ കാത്തു നിന്ന് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്ത ആ ഒരു സെൽഫ്, അതിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. ദറ്റ് ഈസ് ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ് ഇനഫ്, ലൈഫ് ഇസ് റെഡി ടു ഗിവ് യു ഓർ ഓഫർ യു വിത്ത് ന്യൂ വിസ്റ്റാസ്. അങ്ങനൊരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ലൈഫ് നമ്മളെ പുതിയ അവസരങ്ങൾ തന്ന് നമ്മളെ ബ്ലെസ് ചെയ്യാനായിട്ട് എവർ റെഡിയാണ്. അവിടെ മാറ്റർ ചെയ്യുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മളുടെ മനോഭാവമാണ്, നമ്മളുടെ അപ്രോച്ചാണ്, നമ്മളുടെ ഹാർഡ് വർക്കാണ്. അവസരങ്ങൾ എങ്ങും പോയിട്ടില്ല. ഒരു കാര്യത്തിൽ നമ്മൾ ഫെയിലായി എന്ന് വെച്ച് നമ്മൾ അവിടെ കൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മൾ ശ്രമിക്കുക. അങ്ങനൊരു മെസ്സേജ് കൂടെ ഈ ഒരു പോവം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വരെ തളർന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു നല്ലൊരു മെസ്സേജ് കൂടിയാണ് ഈ പോവം തരുന്നത്. സോ നൗ ലെറ്റ് us go in detail. But before that, let me explain to you what a sonnet is. ഇതൊരു സോണറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ സോണറ്റ്?
സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 ലൈൻസ് ഉള്ള ഒരു പോവമാണ്, ഒരു ലിറിക്കൽ പോവമാണ്. മോസ്റ്റ് കേസസിലും അത് എഴുതുന്ന മീറ്റർ അത് അയംബിക് പെൻറ്റമീറ്റർ ആയിരിക്കും. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൈം സ്കീമും ഉണ്ടായിരിക്കും, ഒരു റൈം പാറ്റേൺ ഉണ്ടായിരിക്കും. മെയിൻലി സോണറ്റ്സ് 2 വിധമാണുള്ളത്. ദർ ആർ 2 different types of sonnets. First one, the earliest extant one, that is Italian sonnet അല്ലെങ്കിൽ പെട്രാക്കൻ സോണറ്റ് എന്ന് പറയും. ആദ്യത്തെ കൈൻഡാണ് ഇറ്റാലിയൻ സോണറ്റ്. പെട്രാക്കൻ എന്നും പറയും കാരണം ഇറ്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ ദ 14th century ഇറ്റാലിയൻ പോവറ്റ് പെട്രാക്ക്. പെട്രാക്ക് വളരെ ഫേമസ്. പെട്രാക്ക് അദ്ദേഹത്തിൻ്റെ കാമുകി ലോറയ്ക്ക് എഴുതിയ ലവ് സോണറ്റ്സ്, അതിലാണ് അദ്ദേഹം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഈ സോണറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തീം എന്ന് പറഞ്ഞാൽ പെട്രാക്കൻ എല്ലാം ലവ് സോണറ്റ്സ് ആയിരുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 14 ലൈൻ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഡിവിഷൻ പോകുന്നത് ആദ്യത്തെ 8 ലൈൻ ഒരു ആശയമായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് ഒരുമിച്ചായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. അതിനെ ഒക്ടേവ് എന്ന് വിളിക്കും. ആദ്യത്തെ 8 ലൈൻസിന് നമ്മൾ ഒക്ടേവ് എന്ന് വിളിക്കും. പിന്നെ അതിനുശേഷം ബാക്കി റിമൈനിങ് 6 ലൈൻസ് അത് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സെസ്റ്ററ്റ്. ഒക്ടേവും സെസ്റ്ററ്റും. ഈ ഒക്ടേവിൻ്റെ റൈം എന്ന് പറഞ്ഞാൽ ABBA ABBA അങ്ങനെയാണ്. സെസ്റ്ററ്റിൻ്റെ റൈം എന്ന് പറഞ്ഞാൽ CDE CDE അല്ലെങ്കിൽ ചിലപ്പോൾ CDC CDC എന്നുമാകാറുണ്ട്. രണ്ടും വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇറ്റാലിയൻ സോണറ്റ് അല്ലെങ്കിൽ പെട്രാക്കൻ സോണറ്റ്. രണ്ടാമത്തെ കൈൻഡ് ഓഫ് സോണറ്റ് ആണ് ദ ഇംഗ്ലീഷ് സോണറ്റ്. ഈ ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറഞ്ഞാൽ പെട്രാക്കൻ സോണറ്റ് 14th century ആണെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ് ഉരുത്തിരിഞ്ഞ് വന്നത് 16th centuryയിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇറ്റാലിയൻ സോണറ്റിൻ്റെ തന്നെ ഒരു വേർഷനാണ്, ഇംപ്രവൈസേഷനാണ്. ആദ്യമായിട്ടത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദി ഏൾ ഓഫ് സറേ ആൻഡ് വിയാട്ടാണ്, തോമസ് വിയാട്ടാണ്. പിന്നീട് 16th centuryയിൽ ഒത്തിരി പേര് ഈ ഒരു പാറ്റേൺ എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതിൽ പ്രമുഖനായിരുന്നു വില്യം ഷേക്സ്പിയർ. അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് സോണറ്റ് ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. So it was actually the product of the experiments of the Earl of Surrey and Thomas Wyatt and other English experimenters of the 16th century. Chief among them was William Shakespeare. അതുകൊണ്ടത് ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. And this sonnet has a different structure when compared to the previous one. തീമിലും ഡിഫറൻസ് ഉണ്ട്. പെട്രാക്കൻ സോണറ്റ് ഫുൾ ലവ് സോണറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇത് ലവ് സോണറ്റ്സ് അല്ല. ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സ് ഒന്നും ലവ് സോണറ്റ്സ് എന്ന് നമുക്ക് സ്ട്രിക്ട്ലി പറയാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ സ്ട്രക്ചറും ഡിഫറെൻ്റ് ആണ്. ഒക്ടേവ് സെസ്റ്ററ്റ് എന്നുള്ള ഒരു ഡിവിഷൻ അല്ല ഇവിടെ വരുന്നത്. ഇവിടെ 14 ലൈൻ തന്നെയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഡിവിഷൻ പോകുന്നത് 4 ലൈൻസ് ഉള്ള 3 സ്റ്റെയിൻസായാണ് ആദ്യം വരുന്നത്. 3 ക്വാട്രെയിൻസ്. ക്വാട്രെയിൻ എന്ന് പറഞ്ഞാൽ 4 ലൈനുള്ള സ്റ്റെയിൻസെയാണ് ക്വാട്രെയിൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള 3 ക്വാട്രെയിൻസ് ആയിട്ടാണ് ആദ്യത്തെ ഒരു ഡിവിഷൻ. പിന്നെ ബാക്കി റിമൈൻ ചെയ്യുന്ന എത്ര ലൈൻസാണ്? 2 ലൈൻസാണുള്ളത് അല്ലേ? ആ 2 ലൈൻസ് ഒരുമിച്ച് ഒരു കപ്ലറ്റ് എന്ന് നമുക്ക് വിളിക്കാം. അത് അവസാനം വരുന്നു. സോ 3 ക്വാട്രെയിൻസ് പ്ലസ് എ കൺക്ലൂഡിങ് കപ്ലറ്റ്. ഇതിൻ്റെ റൈം സ്കീം പോകുന്നത് ഇങ്ങനെയാണ്: ABAB CD CD EF EF ആൻഡ് GG. GG ആ കപ്ലറ്റിൻ്റെ റൈം സ്കീമാണ്. അപ്പോൾ അത്രയാണ് 2 ടൈപ്സ് ഓഫ് സോണറ്റ്സ്. നമുക്കിവിടെ പഠിക്കാനുള്ള സോണറ്റ് അത് പെട്രാക്കൻ മോഡലാണ്, തീമിലല്ല സ്ട്രക്ചറിൽ. ഇനി നമുക്ക് പോത്തിലേക്ക് വരാം. When I consider how my light is spent. So as I have told you earlier, the octave or the first 8 lines of this particular sonnet, it reflects the poet's confusion. പോറ്റ് കൺഫ്യൂസ്ഡ് ആണ് അല്ല, ഞാൻ പറഞ്ഞു. ആ ഒരു കൺഫ്യൂഷനിൽ നിന്നാണ്, ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ പോയം ബിഗിൻ ചെയ്യുന്നത് തന്നെ. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം? ഞാൻ ടോട്ടലി ബ്ലൈൻഡായി, എനിക്കിനി പോയട്രി എഴുതാനായിട്ട് സാധിക്കില്ല. ആകെ കൂടെ എനിക്ക് ദൈവത്തിനെ സെർവ് ചെയ്യാനായിട്ട് അറിയാമായിരുന്ന ഒരേ ഒരു രീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് പോവംസ് എഴുതുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ബ്ലൈൻഡ് ആയതുകൊണ്ട് എനിക്കിനി അതും സാധിക്കുന്നില്ല. സോ ഇനി ഏത് വിധേനയാണ് ഞാൻ ദൈവത്തെ സെർവ് ചെയ്യുക? ആ ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് ഈ പോവം തുടങ്ങുന്നത്. സോ ഹി ഈസ് ഫ്രസ്ട്രേറ്റഡ് ഓവർ ഹിസ് ലോസ് ഓഫ് വിഷൻ ആൻഡ് ദ ലോസ് ഓഫ് ഐസൈറ്റ് is a great misfortune for a person like John Milton.
because his life plan itself was to be of service to God, which he believed he could only do through writing in praise of God. ഇപ്പോൾ ബ്ലൈൻഡ് ആവുക എന്ന് പറയുന്നത് ജോൺ മിൽട്ടനെ പോലുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ അദ്ദേഹം ദൈവത്തിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു വ്യക്തിയാണ്. അതും ബെസ്റ്റായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുക എന്ന് അദ്ദേഹം തന്നെ വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോയട്രിയിലൂടെയാണ്. അപ്പോൾ ഇപ്പോൾ ബ്ലൈൻഡ് ആയതുകൊണ്ട് ഇനി അതും സാധിക്കുന്നില്ല. സോ ഹി പോണ്ടേഴ്സ് ഓവർ, ഹി തിങ്ക്സ് ഓവർ ഹൗ ഓൾ ഹിസ് ലൈറ്റ് ഹാസ് ബീൻ സ്പെൻഡ് ബിഫോർ ഈവൻ കംപ്ലീറ്റിംഗ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ് 10 years. വളരെ സാഡായിട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്, ലൈഫിൻ്റെ പകുതി എത്തുന്നതിന് മുന്നേ തന്നെ ബ്ലൈൻഡ് ആയിരിക്കുകയാണ്. കംപ്ലീറ്റ് എൻ്റെ ലൈഫിലെ ലൈറ്റും ഞാൻ സ്പെൻഡ് ചെയ്തു. ഇറ്റ് ഈസ് യൂസ്ഡ് അപ്പ്. ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. സോ വാട്ട് ലൈസ് ബിഫോർ അസ്? എ ലൈഫ് ഡിവോയ്ഡ് ഓഫ് വിഷൻ. മുന്നിൽ കിടക്കുന്നത് എന്താണ്? ഡാർക്കായിട്ടുള്ളൊരു വേൾഡ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്, ഒരു എത്തും പിടിയില്ലാതെ. സോ എ ലൈഫ് ഡിവോയ്ഡ് ഓഫ് വിഷൻ ലൈസ് ബിഫോർ ഹിം, ഡാർക്ക് ആൻഡ് വൈഡ്. ലുക്ക് അറ്റ് ദ ഫ്രേസ് ഡാർക്ക് ആൻഡ് വൈഡ്. The phrase dark and wide is significant in the sense that it is dark because he has turned blind and he cannot see anymore. ഡാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ഓൾമോസ്റ്റ് ഡാർക്ക്നെസ്സിലായപ്പോൾ, ലിറ്ററൽ ഡാർക്കാണ്. സിംബോളിക്കലിയും എന്താണ്? ലൈഫ് ഡാർക്ക്നെസ്സിലാണ്. ആൻഡ് ഇറ്റ് ഈസ് വൈഡ് ഇൻ ദ സെൻസ് ദാറ്റ് ഹി ഹാസ് ഗോൺ ബ്ലൈൻഡ് അറ്റ് എ വെരി യങ് ഏജ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഐസൈറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ലൈഫിൻ്റെ നല്ലൊരു ശതമാനം മുന്നിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഡാർക്ക് ആൻഡ് വൈഡ് എന്നുള്ള ഫ്രേസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിലെ ഫസ്റ്റ് ലൈൻ നിങ്ങളൊന്ന് നോക്കുക. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഇസ് സ്പെൻഡ്. ലൈറ്റ് സ്പെൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈ വിഷൻ എന്നോ മൈ ഐസൈറ്റ് എന്നോ അവിടെ പറയുന്നില്ല. പകരം ലൈറ്റ് എന്ന വേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ വേർഡ് ലൈറ്റ് ഇറ്റ് സ്റ്റാൻഡ്സ് എ മെറ്റഫർ ഫോർ വിഷൻ. അതൊരു മെറ്റഫർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിഷൻ അല്ലെങ്കിൽ ഐസൈറ്റ് അതിൻ്റെ ഒരു പ്രതീകമാണ്. അതും ഒരു ഡിറക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റഫർ അല്ല, അതൊരു ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റഫറാണ്. നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം ഹിൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇംപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇവിടെ മെറ്റഫറും യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അത് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള മെറ്റഫറാണ്, ഇംപ്ലൈ ചെയ്യുക മാത്രമാണ്. ഒരു കോമൺ കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. A common comparison to an oil lamp that at once extinguishes once the oil is finished or the oil in the lamp runs out. ശരിക്കും പറഞ്ഞാൽ വെൻ മൈ ലൈറ്റ് ഇസ് സ്പെൻഡ് എന്ന് പറയുമ്പോൾ, വെൻ ഓൾ മൈ ലൈറ്റ് ഇസ് യൂസ്ഡ് അപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത് ഒരു ഇമേജാണ്. അതായത് ഒരു ഓയിൽ ലാമ്പ് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലെ ഓയിൽ തീർന്നു പോകുമ്പോഴത്തേക്കും അത് അണഞ്ഞു പോകുന്നു. പെട്ടെന്നാണ് അത് അണഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെയാണ് മിൽട്ടൻ്റെ ലൈഫിലും സംഭവിച്ചിരിക്കുന്നത്. പെട്ടെന്നാണ് ബ്ലൈൻഡ്നെസ് വന്നത്. അതിങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന ആ ഒരു മൊമെൻറ്റിലാണ് മിൽട്ടൻ്റെ ആ ഒരു ലൈഫ് തന്നെ, അല്ലെങ്കിൽ ലിറ്റററി കരിയർ തന്നെ അതിൻ്റെ ഒരു ആക്മയിൽ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് ശരിക്കും മിൽട്ടൺ ബ്ലൈൻഡ് ആവുന്നത്. മിൽട്ടൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഐൽസിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജനിച്ചതും എഴുതിയിരുന്നതും. എക്സാക്ട്ലി ഒലിവർ ക്രോംവെല്ലിൻ്റെ പ്രൊട്ടക്ടറേറ്റ് ഭരണം, ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ക്രോംവെല്ലിനോട് അങ്ങേയറ്റം ലോയലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ക്രോംവെല്ലിൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് വേണ്ടി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫെയിം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ശരിക്കും ഇദ്ദേഹം ബ്ലൈൻഡ് ആവുന്നത്. സോ അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ബ്ലൈൻഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിപ്രഷൻ അത് നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ ഹൗ മൈ ലൈറ്റ് ഇസ് സ്പെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ശരിക്കും ഒരു ഇംപ്ലൈഡ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെറ്റഫറാണ്. ഹൗ ഡാർക്ക്നെസ് ഓർ ബ്ലൈൻഡ്നെസ് ഗ്രാജുവലി ഡിസെൻഡ്സ് അപ്പോൺ ദ പോയറ്റ്, അതിൻ്റെ ആ ഒരു മെറ്റഫർ, അതോടൊപ്പം തന്നെ ഒരു ഇമേജുമാണ് അത്. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഇസ് സ്പെൻഡ് ഹിയർ ഹാഫ് മൈ ഡേയ്സ് in this dark world and wide. Here half my days. The word here, that means before. അതൊരു ആർക്കൈക് വേർഡാണ്. ആർക്കൈക് വേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസ് ഇല്ലാത്തത്. പണ്ട് അത് യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്നാൽ അതിന് യൂസ് ഇല്ല. പണ്ട് ബിഫോർ എന്ന് പറയുന്നതിന് പകരം ഹിയർ എന്ന് മാത്രമേ പറയുള്ളായിരുന്നു. സോ ബിഫോർ ഹാഫ് മൈ ഡേയ്സ്, എൻ്റെ ലൈറ്റ് കംപ്ലീറ്റ്
എക്സോസ്റ്റഡ് ആയിരിക്കുകയാണ്, തീർന്നു പോയിരിക്കുകയാണ്. അതും പകുതി ലൈഫ് പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബ്ലൈൻഡ് ആയിരിക്കുകയാണ്. ദറ്റ് മീൻസ് ഹി വെൻറ്റ് ടോട്ടലി ബ്ലൈൻഡ് അറ്റ് ദി ഏജ് ഓഫ് 42. 42-ാമത്തെ വയസ്സിലാണ് ബ്ലൈൻഡ് ആവുന്നത്. ദറ്റ് ഈസ് ഈവൻ ബിഫോർ കംപ്ലീറ്റിംഗ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ് ടെന്യൂർ. ആൻഡ് ഹെൻസ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഇസ് ഇൻ ഡാർക്ക്നെസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്, ബാക്കിയുള്ള ലൈഫ്, അവശേഷിക്കുന്ന ലൈഫ് ഡാർക്ക്നെസ്സിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. The rest of his life, that is pretty long, so it lies before him dark and wide. മുന്നോട്ട് കിടക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഇനി പകുതിയിലേറെയുണ്ട്. അത് ഡാർക്ക്നെസ്സിലുമാണ്, അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇറ്റ് ഇസ് ഡാർക്ക് ആൻഡ് വൈറ്റ്. സോ ദ വെരി ഡൈലമ is aptly conjured in that phrase dark and white. അപ്പോൾ പോയറ്റിൻ്റെ ആ ഒരു ഡൈലമ, ഒരു കൺഫ്യൂഷൻ, ഫ്രസ്ട്രേഷൻ, ഇനി അങ്ങോട്ട് എന്താണ് എന്നൊന്നും അറിയാത്ത ആ ഒരു അവസ്ഥ, അത് ആ ഡാർക്ക് ആൻഡ് വൈഡ് എന്നുള്ള ആ ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ആ ഫ്രേസിൽ ആവാഹിച്ചെടുത്തിരിക്കുകയാണ്, ആ കംപ്ലീറ്റ് സെൻസ്. ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ് ലോഡ്ജ്ഡ് വിത്ത് മീ യൂസ്ലെസ് ദോ മൈ സോൾ മോർ ബെൻഡ് to serve there with my maker, and that one talent which is death to hide. ഇവിടെ പോയിട്ട് ശരിക്കും പേടിക്കുന്നുണ്ട്. ഗാഡ് ശിക്ഷിച്ചാലോ, ദൈവം പണിഷ് ചെയ്താലോ, ഞാൻ പാസീവായിട്ടിരുന്നാൽ, ഞാൻ എൻ്റെ ടാലൻറ്റ് യൂസ് ചെയ്യാതെ ഞാൻ പാസീവായിട്ടിരുന്നാൽ ഒരുപക്ഷെ ദൈവം എന്നെ ശിക്ഷിക്കും. അതിനിവിടെ അദ്ദേഹം ഒരു ബിബ്ലിക്കൽ എല്യൂഷൻ ആണ് ഈ ലൈൻസിൽ പ്രസന്റ് ചെയ്യുന്നത്. എല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലിറ്റററി ഡിവൈസ് ആണ്, ഒരു റെഫറൻസ് ആണ്. ഇറ്റ് ഇസ് എ പാസിംഗ് റെഫറൻസ് without explicit identification to a literary or historical person, place or event, or to another literary work or passage. അതായത് അത് ജസ്റ്റ് ഒരു റെഫറൻസ് ആണ്. അതിലേതെങ്കിലും ഒരു വ്യക്തി, ജീവിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ജീവിച്ചിരുന്നതോ ആയിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ടൈം, പ്ലേസ്, ഈവന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിറ്റററി വർക്ക്, അതിനോട് നേരിട്ടൊരു ഐഡന്റിഫിക്കേഷൻ ഇല്ല, എന്നാൽ അതാണെന്ന് അറിയുകയും ചെയ്യാം. അതാണ് എല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഡസ്റ്റ് ഹാത്ത് ക്ലോസ്ഡ് ഹെലൻസ് ഐ എന്ന് പറഞ്ഞാൽ അവിടെ ഹെലൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഏറ്റവും ആദ്യം നമ്മളുടെ മൈൻഡിലേക്ക് ഓടി വരുന്നത് ഹെലൻ ഓഫ് ട്രോയ് ആണ്. എന്നാൽ ഹെലൻ ഓഫ് ട്രോയ് എന്നവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ വി നോ ദാറ്റ് ഈസ് ഹെലൻ ഓഫ് ട്രോയ്. അത് എല്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലൊരു എല്യൂഷൻ ഇവിടെ വരുന്നുണ്ട്. റിലീജിയസ്, ബിബ്ലിക്കൽ ആയിട്ടുള്ള ഒരു എല്യൂഷൻ ആണ് ഇതിൽ വരുന്നത്. തേർഡ് ലൈനിൽ, and that one talent which is death to hide lodged with me useless though my soul more bent to serve there with my maker. That is an example of biblical allusion. That is the reference to the parable of talents. അതുകൊണ്ടാണ് ടാലൻറ്റ് അവിടെ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത്. പാരബിൾ ഓഫ് ടാലൻറ്റിൽ അത് പ്രകാരമുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ, there was a master and 3 servants. ഒരു മാസ്റ്റർ 3 സെർവൻസും ഉണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്റർ ഒരു ദിവസം ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ യാത്ര പോകുന്നതിന് മുന്നേ ഈ 3 സെർവൻസിനെയും വിളിച്ചു വരുത്തി അവർക്ക് കുറച്ച് പണം ഏൽപ്പിക്കുകയാണ് അവരുടെ കയ്യിൽ. എന്നിട്ട് ആ പണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ അവരോട് പറയുന്നു. ആദ്യത്തെ 2 സെർവൻസും ഈ പണം അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു. നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും മണി ഉണ്ടാക്കാവുന്ന രീതിയിൽ അതിനെ യൂസ് ചെയ്യുന്നു, ബുദ്ധിപരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നു. പക്ഷെ 3-ാമത്തെ സെർവൻ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവൻ ആ പണം, അല്ലെങ്കിൽ ടാലൻറ്റ് എന്നാണ് പറയുന്നത്, ആ പണം അവൻ കുഴിച്ചിടുന്നു. അതായത് ഒരു ഉപയോഗവും ഇല്ലാതെ അതിനെ അവിടെ വറി ചെയ്യുന്നു. അപ്പം മാസ്റ്റർ തിരിച്ചെത്തിയപ്പോൾ മാസ്റ്ററിന് ആദ്യത്തെ 2 സെർവൻസിൻ്റെ കേസിൽ മാസ്റ്റർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവർ ആ മണി വളരെ വൈസായിട്ട് യൂസ് ചെയ്തു. അതുകൊണ്ട് അവർക്ക് റിവാർഡ്സ് കൊടുത്തു, അവർക്ക് പുതിയ ചുമതലകളും അവരെ ഏൽപ്പിച്ചു. പക്ഷേ 3-ാമത്തെ സെർവൻ്റ് ഇത് കുഴിച്ചിട്ടു എന്നറിഞ്ഞപ്പോൾ മാസ്റ്ററിന് ദേഷ്യം വന്നു. മാസ്റ്റർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അയാളെ ഡാർക്ക്നെസ്സിലേക്ക് നാട് കടത്തി. ദ തേർഡ് വൺ വാസ് എക്സൈൽഡ് ടു ദ റിയാൽം ഓഫ് ഡാർക്ക്നെസ്. അത് പണിഷ്മെൻ്റ് ആണ്, പണിഷ് ചെയ്തതാണ്. കാരണം ആ കൊടുത്ത മണി അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതെ അത് കുഴിച്ചിട്ടു, ഒരു ഉപയോഗവും ഇല്ലാത്ത രീതിയിൽ അത് കുഴിച്ചിട്ടു. അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ ഡാർക്ക്നെസ് എന്നുള്ള കിങ്ഡം, ആ ഒരു പ്ലേസിലേക്ക് എക്സൈൽ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വലൻ്റ് ടു ഡെത്ത്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സിംബോളിക് ഓഫ് ഡെത്ത്. അപ്പോൾ ഇവിടെയും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഈ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് പറയുന്നില്ല എന്നെങ്കിലും അത് എല്യൂഷനാണ്. ആൻഡ് ദാറ്റ് വൺ ടാലൻറ്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ്. അതായത് ഈ 3-ാമത്തെ സെർവൻറ്റിൻ്റെ അതേ അവസ്ഥയിലാണിപ്പോൾ നമ്മുടെ പോവറ്റും. എന്നാണ് അദ്ദേഹം പറയുന്നത്.
മൂന്നാമത്തെ സെർവൻറ്റിനെ പോലെ തന്നെ ഞാനും എൻ്റെ കഴിവ്, എൻ്റെ ടാലൻറ്റ് ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പാസീവായിട്ടിരിക്കുകയാണ്. ഞാൻ ബ്ലൈൻഡ് ആയിപ്പോയി എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് ഞാൻ എൻ്റെ വൊക്കേഷൻ, എൻ്റെ എഴുത്ത് ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ഗോഡ്, എൻ്റെ മാസ്റ്റർ, ഒരിക്കലും അത് ടോളറേറ്റ് ചെയ്യില്ല. ഉറപ്പായും എന്നെ പണിഷ് ചെയ്യും. എന്നെ ഡാർക്ക്നെസ്സിലേക്ക് എന്നെ നാട് കടത്തും. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ആണ്. ആൻഡ് ദാറ്റ് വൺ ടാലന്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ്. സോ വെൻ ദ പോയറ്റ് സേസ് ദാറ്റ് it is death to hide his talent, he is indirectly referring to the God-given talent which he is not able to use now owing to his blindness. And he is now just like the third servant who cannot use his talent in a prudent way. അങ്ങനെ നോക്കിയാൽ ആ മൂന്നാമത്തെ സെർവന്റിനോട് തുല്യനാണ് ആരും, പോയറ്റും. അതുപോലെ അവിടെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റെഫറൻസ് കൂടിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിൻറ്റ് കൂടിയുണ്ട്. ദർ ഇസ് ഓൾവേസ് എ റെഫറൻസ് ടു ദ പൊളിറ്റിക്കൽ. അതായത് മിൽട്ടൺ ഒലിവർ ക്രോംവെല്ലിൻ്റെ പ്രൊട്ടക്ടറേറ്റ് ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് നല്ലതുപോലെ യൂസ് ചെയ്തിരുന്നു. ഗവൺമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല, അദ്ദേഹം ബ്ലൈൻഡ് ആയി പോയതുകൊണ്ട് എന്നൊരു വ്യാഖ്യാനം കൂടി അതിനുണ്ട്. പല ക്രിട്ടിക്സും അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട്. സോ however he feels that his talent is lodged or buried within himself and it cannot be used anymore. അതുകൊണ്ട് പോറ്റിന് ഫീൽ ചെയ്യുകയാണ്, എൻ്റെ ടാലന്റ് ഞാൻ എന്നിൽ തന്നെ കുഴിച്ചിട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ആ സെർവൻറ്റിനെ പോലെ എന്നിൽ തന്നെ ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. അതെനിക്കിനി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. And that one talent which is death to hide, lodged within me useless, though my soul more bent to serve there with my Maker and present my true account, lest he returning chide. So here the speaker says that though he has turned blind, his soul is still willing to serve his Maker, but he don't know what his master expects of him. പക്ഷേ ഇതിൽ ഐറണി എന്താണെന്ന് വെച്ചാൽ, ഇതിലെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, പോയറ്റിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. പാസീവായിട്ടിരിക്കുക എന്നല്ലാതെ ഇനി പോയട്രി എഴുതാനായിട്ട് സാധിക്കില്ല, കാരണം ബ്ലൈൻഡ് ആയിപ്പോയി. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും മൈൻഡ് സ്ട്രോങ് ആയിട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രേവിങ്, ദറ്റ് ക്രേവിങ് ടു സെർവ് ഗോഡ്, ഇത് രണ്ടും തമ്മിലൊരു ടഗ് ഓഫ് വാർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീസ് ടോൺ ബിറ്റ്വീൻ ദ ടു എക്സ്ട്രീംസ്. ഒരു വശത്ത് ബ്ലൈൻഡ് ആയിപ്പോയി, മറുവശത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ എങ്ങനെയും സെർവ് ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു ലോങ്ങിങ്, ആ ഒരു സ്ട്രോങ് വിഷ്. ആൻഡ് ഹി ഈവൻ ഫിയേഴ്സ് ദാറ്റ് ഗോഡ് മേ ചൈഡ് ഹിം ഫോർ നോട്ട് യൂസിങ് ഹിസ് ടാലന്റ്. ചിലപ്പോൾ ദൈവം എന്നെ വഴക്ക് പറഞ്ഞേക്കാം. ചൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്കോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. സോ ഗോഡ് മേ ഈവൻ ചൈഡ് മീ ഫോർ നോട്ട് യൂസിങ് മൈ ടാലന്റ് പ്രോപ്പർലി only because I have turned blind. ബ്ലൈൻഡ് ആയി പോയി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പാസീവായിട്ടിരിക്കുകയാണ്, എൻ്റെ ടാലൻറ്റ് ഞാൻ യൂസ് ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ അത് ദൈവത്തിൻ്റെ മുന്നിൽ ഒരു എക്സ്ക്യൂസ് അല്ല. ദൈവം അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോഡ് എന്തായാലും എന്നെ പണിഷ് ചെയ്യും. ആൻഡ് ഹി ഫിയേഴ്സ് ദാറ്റ് ഹി ടു ഷാൽ ബി എക്സൈൽഡ് ഇൻ ടു ദ കൺട്രി ഓഫ് ഡാർക്ക്നെസ് വിച്ച് ഇസ് മച്ച് മോർ സിവിയർ ആൻഡ് ഗ്രേവ് ആൻഡ് ഫിയർഫുൾ ദാൻ ദ ഡാർക്ക്നെസ് ക്രിയേറ്റഡ് ബൈ ഹിസ് ഓൺ ബ്ലൈൻഡ്നെസ്. അപ്പോൾ പോയിട്ട് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പാരബിളിലെ മൂന്നാമത്തെ സെർവൻറ്റിനെ ഡാർക്ക്നെസ്സിലേക്ക് നാട് കടത്തിയതുപോലെ ദൈവം എന്നെയും ഡാർക്ക്നെസ്സിലേക്ക് തള്ളിയിടും. ആ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലൈൻഡ്നെസ് കൊണ്ട് എനിക്കുണ്ടായ ഡാർക്ക്നെസ്സിനേക്കാൾ ഭയാനകമാണ്, അത് സിവിയറാണ്. സോ ഹി ഈസ് ഫ്രസ്ട്രേറ്റഡ് ദാറ്റ് ഹിസ് ലാക്ക് ഓഫ് വിഷൻ is preventing him from serving God when he wishes to do his service so badly. അതുകൊണ്ട് പോയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്, അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആണ്, അങ്ങേയറ്റം കൺഫ്യൂസ്ഡ് ആണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരു വശത്ത് ബ്ലൈൻഡ്നെസ്, മറുവശത്ത് ദൈവത്തിനെ സെർവ് ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹം. അത് ഭയവും ഭക്തിയും കൂടെ ചേർന്ന ഒരു ഇമോഷനാണ്. പണിഷ്മെന്റ് ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഭയത്തിൽ നിന്നും അതുപോലെ തന്നെ ദൈവത്തിനെ സെർവ് ചെയ്യണം എന്നുള്ള ആഗ്രഹവും രണ്ടും ഉണ്ട്. ടു സെർവ് there with my maker and present my true account. ഇവിടെ ട്രൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ റെഫറൻസ് ടു ദ ബൾക്ക് ഓഫ് റിലീജിയസ് പോയട്രി എവർ റിട്ടൺ ബൈ ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടൺ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള പോംസ് എഴുതിയിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ ട്രൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. മച്ച് ഓഫ് ഹിസ് പോയട്രി ക്യാൻ ബി വ്യൂഡ് ആസ് representation of God's relationship to mankind, and he considered it a serious duty to write poetry that made God's ways more clear to people, or to use his own words to justify the ways of God to man.
അപ്പോൾ മിൽട്ടനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനെ സെർവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും നന്നായി അറിയാവുന്ന രീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതാണ്, പോംസ് എഴുതുക. അതുമാത്രമല്ല, അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, ഒരു ഓബ്ലിഗേഷനായിട്ടാണ് അദ്ദേഹം അത് കൺസിഡർ ചെയ്തിരുന്നത്. മിക്ക പോംസും അദ്ദേഹത്തിൻ്റെ എടുത്ത് നോക്കിയാൽ, റിലീജിയസ് പോംസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അതിലെല്ലാം ദൈവം മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് അതെങ്ങനെയായിരിക്കണം, ഇപ്പോൾ ഗോഡ് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മിക്ക റിലീജിയസ് പോംസും പോകുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പാരഡൈസ് ലോസ്റ്റ് എപ്പിക്, അതിൽ പറയുന്നതും എന്താണ്, ടു ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ എന്നാണ്. ദൈവത്തിൻ്റെ രീതികൾ മനുഷ്യന് ഫെമിലിയർ ആക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോൺ മിൽട്ടൺ ബ്ലൈൻഡായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എഴുത്ത് നിർത്തിയാൽ ഉറപ്പായും ദൈവം പണിഷ് ചെയ്യും എന്നുള്ള ആ ഒരു ഭയം മിൽട്ടണിലുണ്ട്. ആൻഡ് അറ്റ് ലൈൻ 7 he says, "Doth God exact day labor light denied? I fondly ask." Here Milton wonders if God still expects him to keep writing even without eyesight. He doesn't know if God expects him to write poetry or not. ഇവിടെ മിൽട്ടൺ അങ്ങേയറ്റം കൺഫ്യൂസ്ഡ് ആണ്. ആ കൺഫ്യൂഷൻ്റെ ആ ഒരു പിനക്കിളിലെത്തുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശരിക്കും ഗോഡ് എന്നിൽ നിന്ന് എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ ഡിസേബിൾഡ് ആണ്, എനിക്ക് കാഴ്ചശക്തിയില്ല. അങ്ങനെയുള്ള എന്നിൽ നിന്ന് ദൈവം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ വീണ്ടും ഇത് തരണം ചെയ്തും കവിത എഴുതണമെന്ന് തന്നെയായിരിക്കുമോ ദൈവം എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നാൽ അതൊരു തെറ്റാകുമോ? അങ്ങനെ മിൽട്ടന്റെ ആ ഒരു കൺഫ്യൂഷൻ അത് എൻഡ് ചെയ്തുകൊണ്ട് പേഷ്യൻസ് എന്ന ക്യാരക്ടർ ഇവിടെ അതിന് ആൻസർ തരികയാണ്. ആൻഡ് നൗ ഹിസ് ക്വസ്റ്റ്യൻ ഇസ് ആൻസേർഡ് ബൈ പേഷ്യൻസ്. അവിടെ പേഷ്യൻസ് ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. പേഷ്യൻസിനെ ഇവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ട് ക്വാളിറ്റിയാണ് അല്ലേ, നമുക്കത് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ, അതിനെ കാണാനോ തൊടാനോ ഒന്നും നമുക്ക് പറ്റില്ല. അങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇവിടെ സംസാരിക്കുകയാണ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ സംസാരിക്കും. അതായത് ഹ്യൂമൻ ക്വാളിറ്റി ഓഫ് സ്പീച്ച് അതിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ്, ഇനാനിമേറ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സ്, അതിനൊക്കെ ഹ്യൂമൻ ക്വാളിറ്റീസ് അസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്ന ആ ഒരു ടെക്നീക്കിനാണ് പെർസോണിഫിക്കേഷൻ. ഇവിടെ പേഷ്യൻസ് സംസാരിക്കുകയാണ്, പോവറ്റിന് മറുപടി കൊടുക്കുകയാണ്, പോവറ്റിനെ ആശ്വസിപ്പിക്കുകയാണ്. ബട്ട് പേഷ്യൻസ് ടു പ്രിവെന്റ് ദാറ്റ് murmurs soon replies, God doth not need either man's work or his own gifts. പേഷ്യൻസ് പറയാണ്, you need not worry, നീ ഒരു കാരണവശാലും സങ്കടപ്പെടണ്ട. See, God doesn't want man's service. God is omnipotent. He is omniscient. എന്തും ചെയ്യാൻ ശേഷിയുള്ളവനാണ്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെയുള്ള ദൈവത്തിന് എന്തിനാണ് മാനിന്റെ സർവീസ്? ഒരു കാര്യം ഓർക്കുക, നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ടാലൻസും എല്ലാ കഴിവുകളും ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് തന്നെ ദൈവം വീണ്ടും നമ്മളോട് തിരിച്ചാവശ്യപ്പെടുമോ? ഒരിക്കലുമില്ല. സോ ഹി ഡസന്റ് നീഡ് മാൻ സർവീസ് ഓർ ഗോഡ് ഗിവൻ ടാലൻസ്. ഹി ഈസ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. ദൈവം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, കംപ്ലീറ്റ് ആണ്. അങ്ങനെയുള്ള ദൈവത്തിന് മാനിന്റെ സർവീസ് ആവശ്യമില്ല. ഗോഡ് ഡത്ത് നോട്ട് നീഡ് എയ്തർ മാൻസ് വർക്ക് ഓർ ഹിസ് ഓൺ ഗിഫ്റ്റ്സ്. ഹു ബെസ്റ്റ് ബെയർ ഹിസ് മൈൽഡ് യോക്ക്, ദേ സെർവ് ഹിം ബെസ്റ്റ്. പിന്നെ എന്താണ് ദൈവത്തിന് ആവശ്യം? Patience says that those individuals who are most submissive and docile to God's determination are always the best. ദൈവത്തിനോട് വിധേയരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവർ, ദൈവത്തിനോട് സബ്മിസീവ് ആയിട്ടിരിക്കുന്നവർ, അങ്ങേയറ്റം അനുസരണയുള്ളവരായിട്ടിരിക്കുന്നവർ, ഒബീഡിയൻ്റ് ആയിട്ടിരിക്കുന്നവർ, അവരാണ് ദൈവത്തിന് ഏറ്റവും നന്നായിട്ട് സെർവ് ചെയ്യുന്നവർ. They who consents God to control them and allow their fate to be written or shaped by God are always the best servants of God, as if they were wearing a yoke around their neck. ദൈവത്തിനെ അവരുടെ ഫേറ്റ് എന്താണെന്ന് നിർണ്ണയിക്കാൻ അനുവദിക്കുന്നവർ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കുന്നവർ, അതായത് ദൈവത്തിനോട് ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കുന്നവർ, അവരെയാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവരാണ് ദൈവത്തെ ഏറ്റവും നന്നായി സെർവ് ചെയ്യുന്നവരും. ആൻഡ് ദേ ആർ ലൈക്ക് ദ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് who wear a yoke around their neck. കഴുത്തിന് ചുറ്റും ഒരു യോക്ക് അണിഞ്ഞ ഫാം ആനിമൽസ്, അതിനോട് തുല്യമാണ് അവർ. യോക്ക് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട്, കടിഞ്ഞാണെന്നൊക്കെ നമ്മൾ പറയുന്നതിനോട് തുല്യമാണ്. പശുവിനൊക്കെ നമ്മൾ മൂക്കുകയറിടത്തില്ലേ, അതെന്തിനാ? അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആനിമൽസിന്റെ കഴുത്തിന്റെ ചുറ്റും ഒരു വുഡൻ ഫ്രെയിം ഉണ്ടാകും. ആ ഫ്രെയിമിലാണ് കയറ് കെട്ടിവെക്കുന്നത്, സോ ദാറ്റ് ദേ കുഡ് ബി ഡിറക്റ്റഡ്. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും കഴുത്തിന് ചുറ്റും ഒരു യോക്കുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് നമ്മളെ സ്റ്റിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദൈവത്തിനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നമ്മൾ ഏറ്റവും നല്ല സെർവൻസ് ആണ്.
അല്ലെങ്കിൽ നമ്മൾ റിബൽസ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ആ യോക്ക് എന്നുള്ളതിൻ്റെ ആ ഒരു അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നുണ്ടോ, മൈൽഡ് യോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുള്ള യോക്കാണ്? മൈൽഡ് യോക്ക്. ബട്ട് സീ ഹിയർ ഗോഡ്സ് യോക്ക് ഇസ് പ്രസൻറ്റഡ് ആസ് സംതിങ് ദാറ്റ് ഇസ് മൈൽഡ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഗോഡ് ഇസ് നോട്ട് എ ക്രൂവൽ ഡിക്റ്റേറ്റർ ഓർ എ സ്ലേവ് ഓണർ. അതായത് ഗോഡ് ഇവിടെ ഒരു ഏകാധിപതിയൊന്നും അല്ല, ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു സ്ലേവ് ഓണറും അല്ല നമ്മളെ വലിച്ചോണ്ട് പോകാനായിട്ട്. നമ്മൾ അതിന് സമ്മതിച്ചാൽ ദൈവം നമ്മളെ കൺട്രോൾ ചെയ്യും. അതായത് നമുക്കൊരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. അത് ഹ്യൂമൻ ബീങ്സിന് മാത്രമേ ഉള്ളൂ ഫ്രീ വില്ല് എന്നുള്ളത്. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനും റോങ് ആയിട്ടുള്ള കാര്യം ചെയ്യാനും നമുക്കത് യൂസ് ചെയ്യാം. ഇറ്റ് ഇസ് ഓൾ അപ് ടു ഈച്ച് വൺ ഓഫ് us. അത് നമ്മളുടെ ഇഷ്ടമാണ് അത് ഏത് രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഗോഡിന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ ഗോഡ് നമ്മളെ ഡിറക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യോക്ക് എന്ന് പറഞ്ഞാൽ അത് മൈൽഡ് ആണ്. ഹി ഈസ് നോട്ട് എ ക്രൂവൽ ഡിക്റ്റേറ്റർ. ഹിസ് പ്ലാൻസ് ആർ നോട്ട് സിവിയർ ബട്ട് മൈൽഡ്. അദ്ദേഹത്തിന്റെ രീതി, അദ്ദേഹത്തിന്റെ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ റിഗറസ് അല്ല, സിവിയർ അല്ല, സ്ട്രിക്റ്റ് അല്ല, പക്ഷേ വളരെ മൈൽഡ് ആയിട്ടുള്ളതാണ്. സോ ദോസ് ഹു ഒബേസ് ഹിം ആർ ഓൾവേസ് ദ ബെസ്റ്റ്. അതുകൊണ്ട് ദൈവത്തിനെ ഒബേ ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു സർവീസും ആർക്കും ദൈവത്തിനോട് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് പോയട്രി എഴുതിയാൽ മാത്രമേ അത് സർവീസ് ആവുകയുള്ളൂ എന്നുള്ള ധാരണ വേണ്ട. സോ യു നീഡ് നോട്ട് റൈറ്റ് പോയട്രി ഇൻ പ്രേസ് ഓഫ് ഗോഡ്. ഇറ്റ് കനോട്ട് സാറ്റിസ്ഫൈ ഹിം അൺലെസ് യു ആർ എൻ ഒബീഡിയന്റ് സെർവന്റ്. നീ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് കവിതകൾ എഴുതി, എന്നാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ല നടക്കുന്നത്, ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കാര്യമില്ല. പോയട്രി എഴുതിയില്ല എന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ആ ഒരു ഒബീഡിയന്റ് സെർവന്റ് ആയിട്ട് നിന്നാൽ മാത്രം മതി. ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഗോഡ് ഡസന്റ് ഡിമാൻഡ് എനി മെറ്റീരിയൽ തിങ്സ് ഫ്രം യു. ഓൾ വാട്ട് ഹി ലുക്സ് ഫോർവേഡ് ഇസ് ഒബീഡിയൻസ്. ദൈവത്തിന് വേണ്ടത് എന്താണ്? ഒബീഡിയൻസ് മാത്രമാണ്. അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും ഒരു ഓഫറിങ്സും ഗോഡിന് ആവശ്യമില്ല. ബിക്കോസ് ഹി ഈസ് പെർഫെക്റ്റ്, ഹി ഈസ് omnipotent, omniscient, his state is kingly. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ he is similar to a king. ഒരു കിങ്ങിനെ പോലെയാണ്. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന നിരവധി പേരാണ്. തൗസൻഡ്സ് at his bidding speed and post over land and ocean without rest. They also serve who only stand and wait. So God is perfect. His state is kingly. He is the supreme Lord by whose command or will thousands and thousands are ready to do selfless service. ഇവിടെ thousands and thousands എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏഞ്ചൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഗുഡ് ഏഞ്ചൽസും ഫാളൻ ഏഞ്ചൽസും ഉണ്ട്. ഈ ഫാളൻ ഏഞ്ചൽസ് ഗോഡിനെതിരെ നിന്ന ഒരു കൂട്ടം ഏഞ്ചൽസിനെയാണ് ഗോഡ് പണിഷ് ചെയ്ത് പാൻഡമോണിയത്തിലേക്ക് വിട്ടത്. അതാണ് ലൂസിഫർ ആണ് സൈറ്റൻ. അവരുടെ നേതാവായിട്ട് മാറുകയും ഗോഡിനെതിരെ യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തു. അതേസമയം ഗുഡ് ഏഞ്ചൽസ് ഉണ്ട്, ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് എന്തും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്നവർ. ഫാസ്റ്റ് ആയിട്ട് അവർ എവിടെ വേണമെങ്കിലും പോയി ഗോഡിനെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. സോ വിത്ത് ഹിസ് കിങ്ലി സ്റ്റേറ്റസ് God has plenty of people to do his bidding by rushing from one place to other. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാന്നുള്ളതാണ്. സോ ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ് ഇഫ് വൺ മോർ പേഴ്സൺ ഡസ് ഹിസ് ജോബ് ഓർ നോട്ട്. അങ്ങനെ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഈ ജോലി ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഡിഫറൻസും ഉണ്ടാക്കുന്നില്ല. ചെയ്യാതിരിക്കുന്നതിനൊരു റീസൺ ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ബിക്കോസ് ഹി ഈസ് ബ്ലൈൻഡ്. ഹിസ് കോർപ്പറിയൽ ബ്ലൈൻഡ്നെസ് ഇസ് എ റീസൺ ഫോർ ദാറ്റ്. അപ്പോൾ അതൊരു കുറ്റമല്ല. അതുകൊണ്ട് ഒരിക്കലും ഗോഡ് നിന്നെ പണിഷ് ചെയ്യില്ല. സീ ഹിസ് സ്റ്റേറ്റ് ഇസ് കിങ്ലി. ഹി ഈസ് ലൈക്ക് എ കിങ്. ആൻഡ് കിങ് ഓൾസോ ഹാവ് പീപ്പിൾ ഹു വെയിറ്റ് ഓൺ ഹിം, ഹു സ്റ്റാൻഡ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് അൺടിൽ ദെയർ ടേൺ കംസ്. രാജാവിനിങ്ങനെ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാനായിട്ടുള്ള സെർവൻസ് മാത്രമല്ല, ചില സെർവൻസ് ഉണ്ട്, അവരുടെ ടേൺ വരുന്നത് വരെ അവർ ക്ഷമയോടെ അവർ വെയിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരും ഒരു കൈൻഡ് ഓഫ് സർവീസ് തന്നെയാണ് ചെയ്യുന്നത്. സോ പേഷ്യൻസ് ഹിയർ കൺസോൾസ് ഹിം, ആശ്വസിപ്പിക്കുകയാണ്. ഈ കൺസോൾസ് ഹിം ബൈ സെയിങ് ദാറ്റ് ഈവൻ ഹിസ് ആക്ട് ഓഫ് സ്റ്റേയിങ് വിത്ത് പേഷ്യൻസ് ഓർ ഹിസ് അപ്പാരന്റ് ഇനാക്ഷൻ ദാറ്റ് റിസൾട്ടഡ് ഫ്രം ഹിസ് ബ്ലൈൻഡ്നെസ് ഇസ് എസ്റ്റിമേറ്റഡ് ആസ് എ സോർട്ട് ഓഫ് സർവീസ്, എ കൈൻഡ് ഓഫ് സർവീസ്. So God doesn't need anything from human beings, for all human possessions are God's gifts. അതുകൊണ്ട് പേഷ്യൻസ് പോയറ്റിനെ ആശ്വസിപ്പിക്കുകയാണ്. എത്ര വലിയ രാജാവാണെങ്കിൽ പോലും അവർക്കും ചില സെർവൻസ് ഉണ്ട്, അവരവരുടെ ടേൺ വരുന്നത് വരെ അവർ പേഷ്യൻ്റ് ആയിട്ട് അവർ വെയിറ്റ് ചെയ്യും. അതും ഒരു കൈൻഡ് ഓഫ് സർവീസ് ആണ്. സോ യുവർ ഇനാക്ഷൻ ദാറ്റ് ടു റിസൾട്ടഡ് ഫ്രം യുവർ ബ്ലൈൻഡ്നെസ്, ദാറ്റ് ഈസ് നോട്ട് എ ഫോൾട്ട്. ഇൻസ്റ്റെഡ് ഇറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആസ് എ കൈൻഡ് ഓഫ് സർവീസ്.
അതും ഒരു കൈൻഡ് ഓഫ് സർവീസാണ്. Because you are waiting patiently for your turn to come. You are trying to overcome it. So that too can be considered or counted as a service. So God doesn't need anything from you. അതുകൊണ്ട് ഗോഡ് ഒരിക്കലും നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു ഒബീഡിയൻസ് അത് മാത്രം മതി. ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. സോ പേഷ്യൻസിൻ്റെ ആ ഒരു കൺസൊലേഷൻ അതുകൊണ്ട് ഈ പോയം എൻഡ് ചെയ്യാണ്. തുടക്കത്തിൽ കുറച്ച് പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു തീമായിരുന്നെങ്കിലും എൻഡ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണുള്ളത്. അതായത് ഹാർഡ് വർക്കിലൂടെ എന്തും സാധ്യമാണ്, എന്തും നമുക്ക് പോസിബിളാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ലൈഫ് നമ്മളെ ഒത്തിരി അവസരങ്ങൾ തന്ന് നമ്മളെ ബ്ലെസ് ചെയ്യും. സോ വാട്ട് മാറ്റേഴ്സ് ഇസ് ആർ ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ മനോഭാവമാണ് മാറ്റർ ചെയ്യുന്നത്. ഇനി ഇതിലെ മേജർ തീംസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേജർ തീംസ് വരുന്നത് വിഷൻ അല്ലെങ്കിൽ സൈറ്റ്. അതൊരു തീമാണ്. മിൽട്ടൺസ് ലോസ് ഓഫ് സൈറ്റ് that caused him to remain passive at least for a short period in his life. But he gradually got adapted to the new kind of life and he started writing poetry once again. Then obedience, guilt, ആ ഒരു ഗിൽട്ട് ബ്ലൈൻഡ്നെസ് കൊണ്ടുണ്ടായതാണെങ്കിൽ പോലും ആ ഒരു ഇനാക്ഷൻ അത് ഷോർട്ട് പീരീഡ് ആയിരുന്നെങ്കിൽ പോലും അതിൽ പോയറ്റിന് കുറ്റബോധം ഉണ്ട്, ആ ഒരു ഗിൽറ്റ്. സോ ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ദെൻ റിലീജിയൻ ഒരു തീമാണ്. ജോൺ മിൽട്ടൺ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു. പ്യൂരിറ്റൻസ് എന്ന് പറയും, പ്യൂരിറ്റാനിസം അതായിരുന്നു അദ്ദേഹത്തിന്റെ റിലിജിയൻ. ബൈബിളിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ജ്ഞാനം, ആ ഒരു അതിന്റെ ഒരു എക്സിബിഷൻ ശരിക്കും നമുക്ക് ഈ പോയതിൽ കാണാം. ദ പാരബിൾ ഓഫ് ടാലന്റ്, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹിസ് എൻസൈക്ലോപീഡിയക് നോളജ് ഓഫ് ദ ബൈബിൾ. സോ റിലീജിയൻ ഇസ് യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് തീം. പിന്നെ ക്രിസ്ത്യൻ ഐഡിയൽ ആണല്ലോ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ ഐഡിയൽസ് ആണ്. ഗോഡിനോട് വിധേയത്വം ഉണ്ടായിരിക്കണം, സർവീസാണ് എപ്പോഴും കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. Then regarding the literary devices used in this poem, we can see that there are instances of metaphor, then archaic words, alliteration, allusion, personification, enjambment, etc. ഇതെല്ലാം ഓരോ ലൈനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞതാണെങ്കിലും ഞാൻ എടുത്തൊന്നുകൂടെ പറയാം. ലൈറ്റ് ഒരു മെറ്റഫറാണ്. ആദ്യത്തെ ലൈനിൽ തന്നെ ലൈറ്റ് സ്റ്റാൻഡ്സ് എ മെറ്റഫർ, വിഷൻ or eyesight. At the same time it is we have the image. അവിടെ വരുന്നത് ഇംപ്ലിസിറ്റ് മെറ്റഫറാണ്. പിന്നെ ആർക്കേയിക് വേർഡ് വരുന്നുണ്ട് സെക്കൻഡ് ലൈനിൽ, ബിഫോറിന് പകരം എ എന്നുള്ള വേർഡ്. പിന്നെ ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ്, ദാറ്റ് ഈസ് ഓൾസോ അനദർ മെറ്റഫർ ഓഫ് ഹിസ് ബ്ലൈൻഡ്നെസ് ഓർ ലാക്ക് ഓഫ് വിഷൻ. വേൾഡ് ലൈഫ് ഇങ്ങനെ ഡാർക്കായിട്ട് വൈഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ദെൻ ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ് ആ വേർഡ് സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആലിറ്ററേഷൻ. പിന്നെ അല്യൂഷൻ ഉണ്ട്, ബിബ്ലിക്കൽ അല്യൂഷൻ ഉണ്ട്. പെർസോണിഫിക്കേഷൻ ഉണ്ട്, പേഷ്യൻസിനെ അവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. പിന്നെ എൻജാംമെൻ്റ് ഉണ്ട്. വി ക്യാൻ സീ ഇൻസ്റ്റൻസസ് ഓഫ് സെവറൽ ലൈൻസ് റണ്ണിങ് ഓവർ ഇൻ ടു ദ നെക്സ്റ്റ് വിത്തൗട്ട് എ പോസ്. അല്ലെ, ഒരു പങ്ക്ച്വേഷൻ മാർക്കോ പോസോ ഒന്നും ഇല്ലാതെ ഒത്തിരി ലൈൻസ് അടുത്ത ലൈനിലേക്ക് പോകുന്നുണ്ട്. ഐഡിയ അതുപോലെ തന്നെ ക്യാരി ഓവർ ചെയ്തിരിക്കുകയാണ്. ലുക്ക് അറ്റ് ദ തേർഡ് ലൈൻ. ആൻഡ് ദാറ്റ് വൺ ടാലന്റ് വിച്ച് ഇസ് ഡെത്ത് ടു ഹൈഡ് ലോഡ്ജ്ഡ് വിത്ത് മീ യൂസ്ലെസ് though my soul more bent to serve there with my maker and priest. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ലൈനിലും ഒരു പങ്ക്ച്വേഷൻ മാർക്കും കൺക്ലൂഡിങ്ങിലില്ല. അത് എൻജാംമെൻ്റ് ആണ്. എൻജാംമെൻറ്റിൻ്റെ എക്സാമ്പിൾ ആണ്. എൻജാംമെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈൻസ് റണ്ണിങ് ഓവർ ഇൻ ടു ദ നെക്സ്റ്റ് വിത്തൗട്ട് എനി പോസ് ഓർ പങ്ക്ച്വേഷൻ മാർക്ക്. അത് ലൈൻസ് 8, 9, 10, 11, 12 ഇത് വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൽ ലിറ്റററി ഡിവൈസസ്. ദെൻ റിഗാർഡിംഗ് ദ ഫോം, നേരത്തെ പറഞ്ഞു അതൊരു ഇറ്റാലിയൻ സോണറ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒക്ടേവും സെസ്റ്ററ്റുമാണ്. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 8 ലൈനും, സെസ്റ്ററ്റ് റിമൈനിങ് 6 ലൈനും. അതിൻ്റെ റൈം വരുന്നത് ABBA, the sestet rhyming CDE. Then regarding the meter, it is iambic pentameter. Iambic pentameter with 5 iambs. അതായത് an unaccented syllable is followed by an accented syllable. So that is all about the sonnet when I consider how my light is spent. So thank you for listening and watching.